Hi, my dear friends. Hope you are all doing well. Shall we discuss The Cherry Tree by Ruskin Bond with a small introduction? The Cherry Tree is a short story by Ruskin Bond about a boy named Rakesh who grows a cherry tree from a seed and develops an understanding of nature and the importance of resilience. Resilience means the ability to be happy, successful, again after something difficult or bad has happened. ബുദ്ധിമുട്ടുള്ളതോ അതോ മോശമായതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷവും വീണ്ടും സന്തോഷവാനായിരിക്കാനുള്ള കഴിവ്, അതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഷാൽ വി മൂവ് ഇൻ ടു ദ ഷോർട്ട് സ്റ്റോറി ദ ചെറി ട്രീ ബൈ റസ്കിൻ ബോണ്ട്. One day when Rakesh was 6, he walked from the Missouri bazaar eating cherries. അപ്പം രാകേഷ് ആണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. രാകേഷിന് 6 വയസ്സുള്ളപ്പം അവൻ മസൂരി മാർക്കറ്റിൽ നിന്നും ചെറിപ്പഴങ്ങൾ കഴിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. ദേ വെർ എ ലിറ്റിൽ സ്വീറ്റ്. ഇനി ചെറിപ്പഴത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദേ വെർ എ ലിറ്റിൽ സ്വീറ്റ്, എ ലിറ്റിൽ സോർ, സ്മോൾ ബ്രൈറ്റ് റെഡ് ചെറീസ് വിച്ച് ഹാഡ് കം ഓൾ ദ വേ ഫ്രം ദ കാശ്മീർ വാലി. അപ്പോൾ ചെറിപ്പഴം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്വീറ്റ് ആയിരുന്നു, കുറച്ച് പുളിപ്പുണ്ടായിരുന്നു, ചെറുതായിരുന്നു, അതുപോലെ നല്ല ബ്രൈറ്റ് റെഡ് കളറായിരുന്നു. അതുപോലെ അത് വിച്ച് ഹാഡ് കം ഓൾ ദ വേ ഫ്രം ദ കാശ്മീർ വാലി, കാശ്മീർ വാലിയിൽ നിന്നും കൊണ്ടുവന്നവയാണ് ഈ ചെറിപ്പഴങ്ങൾ. Here in the Himalayan foothills where Rakesh lived, there were not many fruit trees. അപ്പം രാകേഷ് ജീവിച്ചിരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിലാണ്. അവിടെ അധികം ഫ്രൂട്ട് ട്രീസ് ഒന്നും ഇല്ലായിരുന്നു. The soil was stony and the dry cold wind stunted means prevented from growing, stunted the growth of most plants. അപ്പോൾ അടുത്ത സോയിൽ മണ്ണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കല്ല് കട്ടിയായിട്ടുള്ളതായിരുന്നു. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള കോൾഡ് വിൻഡ് ഈ മരങ്ങളുടെയൊക്കെ ഗ്രോത്തിന് ഒരു പ്രിവെൻറ്റ് ചെയ്യുമായിരുന്നു, അത് സ്റ്റണ്ട് ചെയ്യും. അതായത് കോൾഡ് വിൻഡ് വീശുന്നു, സൺലൈറ്റ് ഇല്ല, അപ്പം അതൊരു മരങ്ങൾക്ക് വളരാനൊരു തടസ്സമുണ്ട് അവിടെ. But on the more sheltered slopes there were forests of oak and deodar. പക്ഷേ താഴ്വരയുടെ ചരിവുകളിൽ നോക്കുവാണെങ്കിൽ അവിടെ ഓക്ക് മരങ്ങളും ഡിയോഡറും എല്ലാം കാണാം ഫോറസ്റ്റിൽ. ഓക്കെ. രാകേഷ് ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ ഓൺ ദ ഔട്ട്സ്കേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ പാർട്ട് ഓഫ് എ ടൗൺ, അതിനാണ് ഔട്ട്സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രാകേഷ് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ടൗണിൻ്റെ ഔട്ടർ പാർട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ സ്ഥലത്തിൻ്റെ പേര് മസോറി. ജസ്റ്റ് വേർ ദ ഫോറസ്റ്റ് ബിഗാൻ, അവിടെയാണ് കാട് ആരംഭിക്കുന്നത്. ഓക്കെ വാ. സോ രാകേഷ് ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് മസോറി ജസ്റ്റ് വേർ ദ ഫോറസ്റ്റ് ബിഗാൻ. ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ചർ. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ചറാണ്. ഹി ഹാഡ് എ ലിറ്റിൽ കോട്ടേജ് ഔട്ട്സൈഡ് ദ ടൗൺ. അപ്പോൾ ടൗണിൻ്റെ ഔട്ട്സൈഡായിട്ട് ഒരു ലിറ്റിൽ കോട്ടേജ് ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദറിന്. രാകേഷ് വാസ് ഓൺ ഹിസ് വേ ഹോം ഫ്രം സ്കൂൾ വെൻ ഹി ബോട്ട് ദ ചെറീസ്. അപ്പോൾ അവന് ചെറീസ് വാങ്ങിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. ഹീ പെയ്ഡ് 50 പൈസ ഫോർ ദ ബഞ്ച് എന്ന് പറയുന്നത് ഒരു കുറച്ച് കൂട്ടമായിട്ട് വാങ്ങുന്നതാണ് ഈ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്ന് പറയത്തില്ല, അതാണ് ഇവിടെ പറയുന്നത് ബഞ്ച്. അപ്പോൾ ഈ ബഞ്ച് ഓഫ് ചെറീസ് അവൻ 50 പൈസയ്ക്കാണ് വാങ്ങിച്ചത്. ഇറ്റ് ടുക്ക് ഹിം അബൌട്ട് ഹാഫ് ആൻ അവർ ടു വാക്ക് ഹോം. അപ്പോൾ അവന് അരമണിക്കൂർ എടുക്കും വീട്ടിലോട്ട് എത്താൻ. ആൻഡ് ബൈ ദ ടൈം ഹി റീച്ച് എ കോട്ടേജ് ദർ വർ ഓൺലി 3 ചെറീസ് ലെഫ്റ്റ്. അപ്പോൾ വീട്ടിലെത്തിയ സമയത്ത്, അത് കോട്ടേജിലെത്തിയ സമയത്ത് ആകെ 3 ചെറിപ്പഴങ്ങളെ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം അവനിങ്ങനെ കഴിച്ചുകൊണ്ടേ പൊയ്ക്കൊണ്ടിരുന്നു. ഹാവ് എ ചെറി ഗ്രാൻഡ് ഫാദർ ഹി സെഡ് ആസ് സൂൺ ആസ് ഹി സോ ഗ്രാൻഡ് ഫാദർ ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കണ്ടത് അവൻ എന്താ പറഞ്ഞത്, ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു ചെറി എടുത്ത് ചെറി കഴിക്കൂ. Grandfather took one cherry and Rakesh promptly means quickly ate the other 2. അപ്പോൾ 3 ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം ഗ്രാൻഡ് ഫാദർ കഴിച്ചു. രാകേഷ് ക്വിക്ക്ലി പെട്ടെന്ന് മിച്ച 2 കഴിച്ചു. He kept the last seed in his mouth for some time, rolling it round and round on his tongue until all the tang had gone. അപ്പോൾ ആ മിച്ചം ഉണ്ടായിരുന്ന ലാസ്റ്റ് ഉണ്ടായിരുന്ന അവൻ്റെ ചെറിപ്പഴം അവൻ അവൻ്റെ വായിലിട്ടിങ്ങനെ റോൾ ചെയ്ത് ആ ടങ്കിൽ റോൾ ചെയ്ത് അണ്ടിൽ ദ ടാങ് ഓൾ ദ ടാങ് എന്ന് വെച്ചാൽ ടേസ്റ്റ് എല്ലാം തീരുന്നത് വരെ അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടേ ഇരുന്ന് ആ ചെറിപ്പഴത്തിൻ്റെ സീഡ്. Then he placed a seed on the palm of his hand and studied it. അത് ഞാൻ അവൻ്റെ ആ സീഡ്, അവൻ്റെ വായിട്ടിരുന്ന സീഡ് കൈപ്പത്തിയിൽ വെച്ച് അതിനെങ്ങനെ നോക്കി സ്റ്റഡി ചെയ്യുവാണ്, എന്നുവെച്ചാൽ അതിനെങ്ങനെ നോക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ആർ ചെറി സീഡ്സ് ലക്കി ആസ്ഡ് രാകേഷ്. ചെറിപ്പഴങ്ങൾ ഭാഗ്യം കൊണ്ടുവരുമോ എന്നാണ് രാകേഷ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞാൽ തീർച്ചയായിട്ടും. നത്തിങ് ഈസ് ലക്കി ഇഫ് യു പുട്ട് ഇറ്റ് എവേ.
അത് നിങ്ങൾ അത് മാറ്റി വെച്ചാൽ ഒന്നും ഭാഗ്യമല്ല. എന്ന് വെച്ചാൽ പുട്ട് ഇറ്റ് അവേ എന്ന് വെച്ചാൽ സേവ് ചെയ്ത് വയ്ക്കുക. പുട്ട് എസൈഡ് നമ്മൾ മാറ്റി വെക്കുന്നില്ല അതിന്. ഇഫ് യു വോണ്ട് ലക്ക്, നിനക്ക് ഭാഗ്യം വേണമെങ്കിൽ യു മസ്റ്റ് പുട്ട് ഇറ്റ് ടു സം യൂസ്. അത് ഒരു യൂസ് ചെയ്യാൻ വേണ്ടി നിനക്ക് ഭാഗ്യം വേണമെങ്കിൽ നീ അത് യൂസ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെയ്യണം. സോ യു മസ്റ്റ് പുട്ട് ഇറ്റ് ടു സം യൂസ്. വാട്ട് ക്യാൻ ഐ ഡു വിത്ത് എ സീഡ്? അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ഈ സീഡ് കൊണ്ട് ഒരു സീഡ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു രാകേഷ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, പ്ലാന്റ് ഇറ്റ്, അതിനെ നടാൻ. സോ രാകേഷ് ഫൗണ്ട് എ സ്മോൾ സ്പേഡ് ആൻഡ് ബിഗാൻ ടു ഡിഗ് അപ്പ് എ ഫ്ലവർ ബെഡ്. സോ അപ്പോൾ രാകേഷ് ഒരു മൺവെട്ടി കണ്ട് അവനത് കുഴിക്കാൻ തുടങ്ങി. എന്തിനാണെന്ന് വെച്ചാൽ സീഡ് നടാൻ വേണ്ടി. ഹേ, നോട്ട് ദെയർ സെഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പെട്ടെന്ന്, അവിടെയല്ല, ഐ ഹാവ് സോൺ മസ്റ്റാർഡ് ഇൻ ദാറ്റ് ബെഡ്, പ്ലാന്റ് ഇറ്റ് ഇൻ ദാറ്റ് ഷേഡി കോർണർ വേർ ഇറ്റ് വോണ്ട് ബി ഡിസ്റ്റർബ്ഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞാൽ, ഞാൻ അവിടെ കടുക് വിതച്ചിരിക്കുവാണ്, നീ അവിടെ പ്ലാന്റ് ചെയ്യാതെ സീഡ് കുറച്ച് തണലുള്ളിടത്ത്, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരിടത്ത് നീ അതിനെ പ്ലാന്റ് ചെയ്യും, സീഡ് കുഴിച്ചിടും. രാകേഷ് വെൻ ടു കോർണർ ഓഫ് ദ ഗാർഡൻ വേർ ദ എർത്ത് വാസ് സോഫ്റ്റ് ആൻഡ് yielding. അപ്പോൾ രാകേഷ് എങ്ങോട്ട് പോയി, ഒരു ഗാർഡൻ്റെ ഒരു കോർണറിൽ പോയി. അവിടുത്തെ സോയിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഹീ ഡി നോട്ട് ഹാവ് ടു ഡിഗ്. അപ്പോൾ നല്ല കട്ടിയുള്ള മണ്ണാണെങ്കിലല്ലേ നമുക്ക് ഈ മൺവെട്ടിയൊക്കെ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യം വന്നില്ല അവന്. ഹീ ഡി നോട്ട് ഹാവ് ടു ഡിഗ്, അവന് കുഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഹി പ്രസ് ദ സീഡ് ഇൻ ടു ദ സോയിൽ വിത്ത് ഹിസ് തം ആൻഡ് ഇറ്റ് വെൻ റൈറ്റ് ഇൻ. അപ്പോൾ അവൻ എന്താ ചെയ്ത്, അവൻ്റെ ആ സീഡിനെ അവൻ സോയിലോട്ട് പ്രസ് ചെയ്ത് അവൻ്റെ തമ്പ് കൊണ്ട് അത് അതുപോലെ കറക്റ്റ് എവിടെ പോയി, മണ്ണിലോട്ട് താഴോട്ട് പോയി. അത്ര സോഫ്റ്റ് ആയിരുന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഹീ ഹാഡ് ഹീസ് ലഞ്ച്. അത് കഴിഞ്ഞ് അവൻ ലഞ്ച് കഴിച്ചു. ആൻഡ് റാൻ ഓഫ് ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി അവൻ്റെ കൂട്ടുകാരുമൊത്ത്. ആൻഡ് ഫോർഗെറ്റ് ഓൾ അബൌട്ട് ചെറി സീഡ്. അത് കഴിഞ്ഞ് അവൻ കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് അവൻ ഈ ചെറി സീഡിനെ കുറിച്ചെല്ലാം മറന്നുപോയി. വെൻ ഇറ്റ് വാസ് വിൻ്റർ ഇൻ ദ ഹിൽസ്, a cold wind blew down from the snow and went hoo in the deodar trees and the garden was dry and bare. അപ്പോൾ ഇനി അടുത്ത വിൻ്റർ സീസൺ വന്നു. കോൾഡ് ആയിട്ടുള്ള വിൻഡ് വീശി, സ്നോയിൽ നിന്ന് വരുന്ന അത്രയും നല്ല കോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായത്. ആൻഡ് വെൻറ്റ് ഹൂ ഇൻ ദ ഡിയോഡർ ട്രീസ്. ആ സൗണ്ട് ഇങ്ങനെ ഡിയോഡർ ട്രീസിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ആ കാറ്റ് പോകുന്ന സൗണ്ട് കേൾക്കാം. ആൻഡ് ദ ഗാർഡൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഭയങ്കര ഡ്രൈ ആണ്, കാരണം കോൾഡ് വിൻഡാണ്, അപ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. സോ ഇൻ ദ ഈവനിങ്സ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രാകേഷ് സാറ്റ് ഓവർ എ ചാർക്കോൾ ഫയർ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ ഈ തടികളൊക്കെ കൂട്ടി വെച്ച് തടി കത്തിച്ച ശേഷം ഈ ബ്രൈറ്റ് ഒരു കത്തിച്ച് വയ്ക്കത്തില്ലേ ഈ തണുപ്പ് ഉള്ള സമയത്ത് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി, അതാണ് ഇവിടെ. ഓക്കെ, ഇൻ ദ ഈവനിങ്സ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രാകേഷ് സാറ്റ് ഓവർ എ ചാർക്കോൾ ഫയർ. അപ്പോൾ അതിൻ്റെ അടുത്തിങ്ങനെ ഇരുന്ന് എന്തിന് ചൂട് കിട്ടാൻ വേണ്ടി ഫയറിൻ്റെ അടുത്ത്. ആൻഡ് ഗ്രാൻഡ് ഫാദർ ടോൾ രാകേഷ് സ്റ്റോറീസ്. ആൻഡ് ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞു കൊടുത്ത്, രാകേഷിന് കഥകൾ പറഞ്ഞു കൊടുത്തു. സ്റ്റോറീസ് അബൌട്ട് പീപ്പിൾ ഹു ടേൺ ഇൻ ടു ആനിമൽസ്. ഇനി എന്തൊക്കെ സ്റ്റോറീസാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയും. മനുഷ്യർ അനിമൽസായി ടേൺ ചെയ്ത് മാറിയത്. ഗോസ്റ്റ് ഹു ലിവ്ഡ് ഇൻ ട്രീസ്, മരങ്ങളിൽ ഗോസ്റ്റ് ജീവിച്ചിരിക്കുന്ന അങ്ങനത്തുള്ള കഥകൾ. ആൻഡ് ബീൻസ് ദാറ്റ് ജംപ്ഡ്, ബീൻസ് ചാടുന്ന ബീൻസിനെ കുറിച്ച്. സ്റ്റോൺസ് ദാറ്റ് വെപ്ഡ്, ആൻഡ് കരയുന്ന കല്ലുകളെക്കുറിച്ച്. ആൻഡ് ഇൻ ടേൺ രാകേഷ് വുഡ് റീഡ് ടു ഹിം ഫ്രം ദ ന്യൂസ് പേപ്പർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈ സ്റ്റോറീസ് പറയുമ്പോഴത്തേക്ക് രാകേഷ് തിരിച്ചെന്താ ചെയ്യുന്നത്, രാകേഷ് ഗ്രാൻഡ് ഫാദറിന് ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത് കൊടുക്കും. ഗ്രാൻഡ് ഫാദേഴ്സ് ഐസൈറ്റ് ബീങ് റാദർ വീക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഐസൈറ്റ് കുറച്ച് വീക്കാണ്. അപ്പോൾ രാകേഷ് ഗ്രാൻഡ് ഫാദറിന് ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. രാകേഷ് ഫൗണ്ട് ദ ന്യൂസ് പേപ്പർ വെരി ഡൾ എസ്പെഷ്യലി ആഫ്റ്റർ ദ സ്റ്റഡീസ്. അപ്പോൾ ഈ സ്റ്റോറീസ് എല്ലാം കേട്ട് കഴിഞ്ഞ് ഈ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് രാകേഷിന് ഡള്ളായിട്ടാണ് തോന്നുന്നത്. ബട്ട് ഗ്രാൻഡ് ഫാദർ വാണ്ടഡ് ഓൾ ദി ന്യൂസ്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് ആ ന്യൂസ് പേപ്പറിലുള്ള എല്ലാ ന്യൂസും കേൾക്കണം. ദേ ന്യൂ ഇറ്റ് വാസ് സ്പ്രിങ്. അപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞു, ഇനി അടുത്ത സ്പ്രിങ് സീസൺ വന്നു. സോ ദേ ന്യൂ ഇറ്റ് വാസ് സ്പ്രിങ്. എങ്ങനെ അവർക്ക് മനസ്സിലായി? വെൻ ദ വൈൽഡ് ഡക്ക് ഫ്ലൂ നോർത്ത് എഗെയിൻ ടു സൈബീരിയ. അപ്പോൾ വൈൽഡ് ഡക്ക് എങ്ങോട്ട് പോയി? സൈബീരിയയിലോട്ട് ഫ്ലൈ ചെയ്ത് പോയി. ഓക്കെ, ഏർലി ഇൻ ദ മോർണിംഗ് വെൻ ഹി ഗോട്ട് അപ്പ് ടു ചോപ്പ് വുഡ്. അപ്പം രാവിലെ അവൻ തടിക്കഷ്ണം കട്ട് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പം ആൻഡ് ലൈറ്റ് എ ഫയർ. അത് ചോപ്പിന്ന് എന്തിനാ ഇതിന് മുമ്പ് കണ്ടായിരുന്നു, ചാർക്കോൾ ഫയറിൻ്റെ അടുത്ത് അവർ ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ അതിന് ലൈറ്റ് എ ഫയർ, അത് കത്തിച്ച് ആ ചൂട് കായാൻ വേണ്ടി. ഓക്കെ, ഏർലി ഇൻ ദ മോർണിംഗ് വെൻ ഹി ഗോട്ട് അപ്പ് ടു ചോപ്പ് വുഡ് ആൻഡ് ലൈറ്റ് എ ഫയർ രാകേഷ് സോ ദ വി ഷേപ്ഡ് ഫോർമേഷൻ സ്ട്രീമിങ് മീൻസ് മൂവിങ് ഫ്രീലി നോർത്ത് വേർഡ്സ്.
ആൻഡ് ഹേർഡ് ദ കോൾസ് ഓഫ് ബേർഡ്സ് ക്ലിയർലി ത്രൂ ദ തിൻ മൗണ്ടൻ എയർ. അപ്പോൾ അവൻ എന്താ കണ്ടതെന്നറിയാം, ഒരു വി ഷേപ്ഡ് ഫോർമേഷൻ. നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സൺസെറ്റ് ടൈമിൽ ഈ ബേർഡ്സ് ഇങ്ങനെ ഒരു ഷേപ്പിൽ, നമ്മൾ വി ഷേപ്പ് കണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, ഇവിടെ രാകേഷ് വി ഷേപ്പിലാണ് ബേർഡ്സ് പറന്ന് പോകുന്ന കണ്ടത്. നമ്മളല്ലാത്ത കുറേ ഷേപ്പുകളിൽ, ചില ചെറിയ ഷേപ്പുകളിലൊക്കെ പോകുന്ന കാണാം, ബേർഡ്സ് ഒരു കൂട്ടമായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ രാകേഷ് കണ്ടു, വി ഷേപ്പിൽ ബേർഡ്സ് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. One morning in the garden, he bent to pick up what he thought was a small twig. അപ്പോൾ രാവിലെ ഒരു സമയത്ത് അവൻ്റെ ഗാർഡനിൽ ടിഗ് എന്ന് വെച്ചാൽ ചില്ല, ഓക്കെ, ഒരു ചെറിയ ചില്ലയാണെന്ന് വിചാരിച്ച് ഇങ്ങനെ അത് എടുക്കാൻ വേണ്ടി അവനിങ്ങനെ ബെൻഡ് ചെയ്ത് അവൻ കുനിഞ്ഞു. ആൻഡ് ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ് ദാറ്റ് ഇറ്റ് വാസ് വെൽ റൂട്ടഡ്. എന്ത് വരിക, ഇറ്റ് വാസ് ആ ചെറിയ സീഡില്ലേ, അത് മുളച്ചു വന്നു. അതാണ് ആൻഡ് ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ്, അവനെ സർപ്രൈസ് ആയി ദാറ്റ് ഇറ്റ് വാസ് വെൽ റൂട്ടഡ്. സോ ഹി സ്റ്റേഡ് അറ്റ് ഇറ്റ്, അവൻ തുറിച്ചു നോക്കി. അതാണ് ഹി സ്റ്റേഡ് അറ്റ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം അവൻ അത് തുറിച്ചു നോക്കി. ദെൻ റാൻ ടു ഫെച്ച് ഗ്രാൻഡ് ഫാദറിനെ കൂട്ടിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഓടി. ദെൻ റാൻ ടു ഫെച്ച് ഗ്രാൻഡ് ഫാദർ കോളിംഗ് ദാദാ കം ആൻഡ് ലുക്ക് ദ ചെറി ട്രീ ഹാസ് കം അപ്പ്. അപ്പോൾ അവൻ ചുള്ളിക്കമ്പ് എടുക്കാൻ വേണ്ടി, ചില്ല എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അവൻ കണ്ടതെന്താ, ആ ചെറി ട്രീ, ആ കുഞ്ഞ് സീഡ് ഇട്ടത് ചെറി ട്രീ ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. വാട്ട് ചെറി ട്രീ ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ ഹു ഹാഡ് ഫോർഗറ്റൻ അബൌട്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അതിനെക്കുറിച്ചൊക്കെ മറന്നു പോയിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ ചോദിച്ചാൽ, വാട്ട് ചെറി ട്രീ, ദ സീഡ് വി പ്ലാന്റഡ് ലാസ്റ്റ് ഇയർ, ലുക്ക് ഇറ്റ്സ് കം അപ്പ്. അപ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് ഇയറിൽ സീഡ് പ്ലാന്റ് ചെയ്തില്ലേ, സീഡ് കുഴിച്ചിട്ടില്ലേ, അത് ദേ വന്നു, വെളിയിൽ വന്നു, മുളച്ചു വന്നു. Ragesh went down on his hunches. So hunches means the part of the body between waist and knee. ഈ പിള്ളേരിങ്ങനെ കുത്തിയിരിക്കത്തില്ലേ, ഇങ്ങനെ കാലിങ്ങനെ രണ്ടും വെച്ചിട്ട് ഇങ്ങനെ കുത്തി, അതേ ആ ഒരു പൊസിഷനിൽ രാകേഷ് താഴോട്ടിരുന്ന് നോക്കുവാണ്. വൈൽ ഗ്രാൻഡ് ഫാദർ ബെൻഡ് ഓൾമോസ്റ്റ് ഡബിൾ ആൻഡ് പിയർ ഡൗൺ അറ്റ് ദ ടൈനി ട്രീ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നല്ല പ്രായമായിട്ടുള്ള ഗ്രാൻഡ് ഫാദർ ആയിരിക്കും, നല്ലവണ്ണം ബെൻഡ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൻഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചൊരു ഡബിളായിട്ട് ബെൻഡ് ചെയ്ത്, ഓൾമോസ്റ്റ് ഡബിൾ, ഒന്നാലും ബെൻഡ് ചെയ്ത്, നല്ലോണം ബെൻഡ് ചെയ്ത്. പിയേർഡ് ഡൗൺ മീൻസ് ലുക്ക് ക്ലോസ്ലി ആർ കെയർഫുള്ളി. ഓൾറെഡി നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഐസൈറ്റ് കുറച്ച് കുറവാണ്, അപ്പോൾ നല്ല ക്ലോസ്ലി, നല്ല കെയർഫുള്ളി നോക്കുന്നതിനാണ് പിയേർഡ് ഡൗൺ എന്ന് പറയുന്നത്. പിയേർഡ് ഡൗൺ അത് ടൈനി ട്രീ, ഒരു കുട്ടി ട്രീ ആണ്, ടൈനി ട്രീ. ഇറ്റ് വാസ് അബൌട്ട് 4 inches ഹൈ. അതിന് എത്ര നീളമുണ്ട്, ഒരു 4 inches. യെസ് ഇറ്റ്സ് എ ചെറി ട്രീ സെഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ചെറി ട്രീ ആണ്, യു ഷുഡ് വാട്ടർ ഇറ്റ് നൗ ആൻഡ് ദെൻ. അപ്പം ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞത്, നീ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. രാകേഷ് റാൻ ഇൻഡോർസ് ആൻഡ് കെയിം ബാക്ക് വിത്ത് എ ബക്കറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ രാകേഷ് ഒരു കുട്ടിപ്പയ്യനല്ലേ, അപ്പോൾ അവൻ എന്ത് ചെയ്ത്, ഓടി അകത്ത് പോയിട്ട് ഒരു ബക്കറ്റ് ഓഫ് വാട്ടറുമായിട്ട് വന്നു. ഡോണ്ട് ഡ്രൗൺ ഇറ്റ് സെഡ് ഗ്രാൻഡ് ഫാദർ. എന്ന് വെച്ചാൽ ഡ്രൗൺ ഇറ്റ് എന്ന് വെച്ചാൽ നീ വെള്ളം ഒഴിച്ച് അതിനെ മുക്കണ്ട, മീൻസ് അതിന് മുക്കിക്കളയരുത്, എന്ന് വെച്ചാൽ അത് ചീത്തയായി പോകത്തില്ല, അതിന് ആവശ്യത്തിനുള്ള വെള്ളം മതി, അതാണ് ഉദ്ദേശിച്ചത്. ഡോണ്ട് ഡ്രൗൺ ഇറ്റ് എന്ന് വെച്ചാൽ അത്രയും ബക്കറ്റ് ഓഫ് വാട്ടർ അതിന് ആവശ്യമില്ല. രാകേഷ് ഗേവ് ഇറ്റ് എ സ്പ്രിംഗ്ലിംഗ്. അപ്പോൾ സ്പ്രിംഗ്ലിംഗ് തളിച്ചിങ്ങനെ കൊടുത്തു. ആൻഡ് സർക്കിൾ ഇറ്റ് വിത്ത് പെബിൾസ്. എന്നിട്ട് അതിന് ചുറ്റും എന്ത് വെച്ചു, ചെറിയ കല്ലുകൾ വെച്ചു. വാട്ട് ആർ ദ പെബിൾസ് ഫോർ ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, എന്തിനാ ഈ പെബിൾസ്? ഫോർ പ്രൈവസി സെഡ് രാകേഷ്. അപ്പോൾ രാകേഷ് പറഞ്ഞു, ഒരു പ്രൈവസിക്ക്. ഹീ ലുക്ക്ഡ് അറ്റ് ദ ട്രീ എവറി മോർണിംഗ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സീം ടു ബി ഗ്രോയിങ് വെരി ഫാസ്റ്റ്. മരങ്ങൾ അറിയാമല്ലോ, പെട്ടെന്ന് വളരത്തില്ല, സ്ലോയിൽ മരങ്ങളും ചെടികളും വളരത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അവൻ ഇങ്ങനെ പോയി നോക്കും, പക്ഷെ അത് സ്ലോ ആയിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത്, പെട്ടെന്ന് വളർന്നില്ല. സോ ഹി സ്റ്റോപ്ഡ് ലുക്കിംഗ് ഇറ്റ്. അപ്പോൾ അവൻ എന്ത് പറ്റി, അവൻ നോക്കി മടുത്ത് അവൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അത് നോക്കുന്നത് നിർത്തിയിട്ട്, ആൻഡ് അവൻ എങ്ങനെ നോക്കി, എക്സെപ്റ്റ് ക്വിക്ക്ലി ഔട്ട് ഓഫ് ദ കോർണർ ഓഫ് ഹിസ് ഐ. ഒന്ന് വിത്തൗട്ട് ലുക്കിംഗ് ഡയറക്ട്ലി, എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡയറക്റ്റ്ലി പോയി ഇങ്ങനെ നോക്കാതെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ നോക്കത്തില്ലേ, വളർന്നാ ഇല്ല, അങ്ങനെ ഒരു രീതി നോക്കത്തില്ലേ, ചെടിയോട് നിപ്പുണ്ടോ ഇല്ലയോ അങ്ങനെ നോക്കത്തില്ല, ആ ഒരു ഇതിനെ ചുമ്മാ നോക്കി. ആൻഡ് ആഫ്റ്റർ എ വീക്ക് ഓർ 2 when he allowed himself to look at it properly, he found that it had grown at least an inch. അപ്പോൾ അവന് മനസ്സിലായി 1 ഇഞ്ച് വളർന്നിട്ടുണ്ട്. എപ്പോഴാണ്, ഒരു വീക്ക് അല്ലെങ്കിൽ അടുത്ത രണ്ട് വീക്ക് കഴിഞ്ഞപ്പോൾ അവനൊന്ന് നോക്കിയപ്പം നല്ല പ്രോപ്പർലി അവനൊന്ന് പോയി നോക്കി എന്താ അതിൻ്റെ സിറ്റുവേഷൻ. 1 ഇഞ്ച് അത് വളർന്നിട്ടുണ്ട്. ദാറ്റ് ഇയർ ദ മൺസൂൺ റെയിൻ കെയിം ഏർലി. അപ്പോൾ സ്പ്രിംഗ് കഴിഞ്ഞു, വിൻ്റർ കഴിഞ്ഞു, സ്പ്രിംഗ് കഴിഞ്ഞു, ഇപ്പോൾ മൺസൂൺ റെയിൻ കുറച്ചുകൂടെ മുമ്പ് വന്നു. ഓക്കെ. ആൻഡ് രാകേഷ് plodded to and from school in raincoat and gumboots. അപ്പോൾ അവനിപ്പോൾ എങ്ങനെയാണ് ഗംബൂട്ട്സും റെയിൻകോട്ടും ഒക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടും സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. Ferns sprang from the trunk of trees
ആൻഡ് സ്ട്രേഞ്ച് ലുക്കിംഗ് ലില്ലീസ് കെയിം അപ്പ് ഇൻ ദ ലോങ് ഗ്രാസ്. അപ്പം മരങ്ങളുടെ തടിയിൽ നിന്ന് ഫേൺ മുളച്ചു. ഫേൺ മരം ഫേൺ നമുക്കറിയാം. സോ മുളച്ചു. സ്ട്രേഞ്ച് ലുക്കിംഗ് ലില്ലീസ് കെയിം അപ്പ് ഇൻ ദ ലോങ് ഗ്രാസ്. സ്ട്രേഞ്ച് ലുക്കിംഗ് ലില്ലീസ് ഇവിടെ പറയാൻ കാണിച്ചാൽ മഴ സമയത്ത് ലില്ലിപ്പൂവിന് കിഴങ്ങാണ്. ഓക്കെ, ആ ചെടിക്ക് കിഴങ്ങ്. അപ്പോൾ അത് മഴയൊക്കെ വന്ന ശേഷമാണ് അത് മുളച്ച് അങ്ങനെ വരുന്നത്. ഡ്രൈ സീസണിൽ അതിനെ നമ്മൾ കാണത്തില്ല. അതാണ് സ്ട്രേഞ്ച് ലുക്കിംഗ് ലില്ലീസ് കെയിം അപ്പ് ഇൻ ദ ലോങ് ഗ്രാസ്. ആൻഡ് ഈവൻ വെൻ ഇറ്റ് വാസൻറ്റ് റെയിനിങ് the trees dipped and mist came curling up the valley. മഴ പെയ്തില്ലെങ്കിലും ട്രീസൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത്, കാരണം ഓൾറെഡി ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ മരത്തുള്ളിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ട്രീസിൽ വെള്ളത്തുള്ളികളുണ്ട്. ആൻഡ് മിസ്റ്റ് കെയിം കർലിംഗ് അപ്പ് ദ വാലി. അപ്പം കോടമഞ്ഞ് ഇങ്ങനെ ചുരുണ്ട് മൂടി വന്നു. പക്ഷെ അത്രയ്ക്ക് മിസ്റ്റാണ്. ഓക്കെ, ദ ചെറി ട്രീ ഗ്രൂ ക്വിക്ക്ലി ഇൻ ദിസ് സീസൺ. അപ്പം ഈ മൺസൂൺ റെയിൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ചെറി ട്രീ നല്ല സ്പീഡ് വളരാൻ തുടങ്ങി. ഇറ്റ് വാസ് അബൌട്ട് 2 feet ഹൈ വെൻ എ ഗോഡ് എൻറ്റേർഡ് ദ ഗാർഡൻ ആൻഡ് ഇറ്റ് ഓൾ ദ ലീവ്സ്. അപ്പോൾ 2 feet ഹൈ അത് കുറച്ച് വളർന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു ആട് ഗാർഡനിലോട്ട് വന്നു. അത് ആ ചെറി ട്രീയുടെ ലീവ്സ് എല്ലാം കഴിച്ചു. ഓൺലി ദ മെയിൻ സ്റ്റെം ആൻഡ് ദ 2 thin branches റിമെയിൻ. അപ്പോൾ എന്തൊക്കെ മിച്ചം വെച്ച് ആട്? ആ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെമ്മും 2 thin ആയിട്ടുള്ള ബ്രാഞ്ചസും മിച്ചം വെച്ച് ബാക്കി ഇലകളെല്ലാം കഴിച്ചു തീർത്തു. നെവർ മൈൻഡ് സെഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നമ്മുടെ രാകേഷിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ് നെവർ മൈൻഡ്. സീയിങ് ദാറ്റ് രാകേഷ് വാസ് അപ്സെറ്റ്. ഇറ്റ് വിൽ ഗ്രോ എഗെയിൻ. ചെറി ട്രീസ് ആർ ടഫ്. അപ്പോൾ എന്താ പറഞ്ഞത്? ചെറി ട്രീസ് ടഫാണ്, അത് പിന്നെയും വളരും. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ സീസൺ മാറി മാറി വന്നാലും ആ ചെറി ട്രീസൊക്കെ ടഫാണ്, അത് വളരും എന്ന് രാകേഷിനെ സമാധാനിപ്പിച്ചു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ റെയിനി സീസൺ ന്യൂ ലീവ്സ് അപ്പിയർഡ് ഓൺ ദ ട്രീ. അപ്പോൾ റെയിനി സീസണിൻ്റെ എൻഡായി. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? പിന്നെയും ലീവ്സ് ഒക്കെ അപ്പിയർ ചെയ്തു, കാണാൻ തുടങ്ങി. then a woman cutting the grass cut the cherry into. അപ്പോൾ അടുത്ത ആരാ വന്ന? ഒരു വുമൺ വന്നു. പുല്ലൊക്കെ കട്ട് ചെയ്യുന്ന ആ വുമൺ എന്ത് ചെയ്ത് ഈ ചെറി ട്രീയെ രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് പോയി. അവർ മേ ബി അറിഞ്ഞു കാണത്തില്ല. വെൻ ഗ്രാൻഡ് ഫാദർ സോ വാട്ട് ഹാഡ് ഹാപ്പൻ ഹി വെൻറ്റ് ആഫ്റ്റർ മീൻസ് ചേസ് ചെയ്യത്തില്ല, അതിനാണ്. വെൻ ഗ്രാൻഡ് ഫാദർ സോ വാട്ട് ഹാപ്പൻ ഹി വെൻറ്റ് ആഫ്റ്റർ ദ വുമൺ ആൻഡ് സ്കോൾഡഡ് ഹർ. അപ്പം ഗ്രാൻഡ് ഫാദർ ഇത് കണ്ടത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വുമണിനെ ചേസ് ചെയ്തിട്ട് സ്കോൾഡ് ചെയ്തു, അതായത് വഴക്ക് പറഞ്ഞു. ബട്ട് ദ ഡാമേജ് കുഡ് നോട്ട് ബി റിപ്പയർഡ്. ഓക്കെ, വഴക്ക് പറഞ്ഞു, പക്ഷേ ഡാമേജ് റെഡിയാക്കാനൊക്കെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഓക്കെ, മേ ബി ഇറ്റ് വിൽ ഡൈ നൗ സെഡ് രാകേഷ്. രാകേഷിന് ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ രാകേഷ് എന്താ പറയുക? അതിപ്പം മരിക്കും. മേ ബി ഇറ്റ് വിൽ ഡൈ നൗ. മേ ബി സെഡ് ഗ്രാൻഡ് ഫാദർ. മേ ബി. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു മേ ബി, കാരണം ഓൾറെഡി ഗോട്ട് വന്ന് കഴിച്ചു. ഇപ്പോൾ അതെല്ലാം തരണം ചെയ്ത് അത് പിന്നെയും വളർന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അടുത്ത ആരാ വന്ന് കട്ട് ചെയ്തിട്ട് പോയി. മറ്റേത് ഗോട്ട് ഇലയെ കഴിച്ചുള്ളൂ. ഈ ലേഡി വുമൺ എന്താ ചെയ്തത്? കട്ട് ചെയ്തിട്ടാണ് പോയി. അപ്പോൾ ഇത് ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞു? മേ ബി. ബട്ട് ദ ചെറി ട്രീ ഹാഡ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൈങ്. പക്ഷേ ചെറി ട്രീക്ക് അത് വിട്ടുപോകാൻ, അതായത് ഈ നമ്മുടെ ഈ എർത്ത് വിട്ടുപോകാനുള്ള ഒരു ഇൻറ്റൻഷനും ഇല്ലായിരുന്നു. അതിന് വളരണം. ബൈ ദ ടൈം സമ്മർ കെയിം റൗണ്ട് അഗെയിൻ ഇറ്റ് ഹാഡ് സെൻഡ് സെവറൽ ന്യൂ ഷൂട്ട്സ് വിത്ത് ടെൻഡർ ഗ്രീൻ ലീവ്സ്. ടെൻഡർ മീൻസ് സോഫ്റ്റ്. ഓക്കെ, ഇനി സമ്മർ സീസൺ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നിറയെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ ലീവ്സ് ഒക്കെ വന്നു, ന്യൂ ഷൂട്ട്സ് വന്നു. രാകേഷ് ഹാഡ് ഗ്രോൺ ടോളർ ടു. അപ്പോഴത്തെ രാകേഷും കുറച്ച് വളർന്നു. ഹി വാസ് 8 നൗ. കഥ തുടങ്ങിയപ്പോൾ 6 വയസ്സല്ലായിരുന്നോ? ഇപ്പോൾ അവന് 8 വയസ്സായി. എ സ്റ്റേഡി ബോയ് വിത്ത് കേളി ബ്ലാക്ക് ഹെയർ. അവൻ നല്ല സ്ട്രോങ്, സ്റ്റേഡി മീൻസ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോയാണ്. അവൻ നല്ല കേളി ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ, കേളി മീൻസ് ചുരുണ്ട ബ്ലാക്ക് ഹെയർ ഉണ്ട്. ബ്ലാക്ക് ഐസ്, അവൻ്റെ കണ്ണിനെ പറയുന്നത് നല്ല ഡീപ്പായിട്ടുള്ള നല്ല ബ്ലാക്ക് കളർ ഐസ്. ബ്ലാക്ക് ബെറി ഗ്രാൻഡ് ഫാദർ കോൾഡ്. ആ ബ്ലാക്ക് ഐസിനെ ഗ്രാൻഡ് ഫാദർ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? ബ്ലാക്ക് ബെറി. ദാറ്റ് മൺസൂൺ രാകേഷ് വെൻറ്റ് ഹോം ടു ഹിസ് വില്ലേജ്. ഇനി അടുത്ത സീസൺ വന്നു, മൺസൂൺ സമയം. അപ്പോഴത്തെ രാകേഷ് എവിടെ പോയി? അവൻ്റെ വീട്ടിൽ, അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവിടെ പോയി, വില്ലേജിൽ പോയി. ടു ഹെൽപ്പ് ഹിസ് ഫാദർ ആൻഡ് മദർ വിത്ത് പ്ലാന്റിങ് ആൻഡ് പ്ലൗവിങ് ആൻഡ് സോയിങ്. അപ്പോൾ പ്ലാന്റിങ് നടത്താനും പ്ലൗവിങ്ങിനും സോവിങ്ങിനും വിത്ത് വിതയ്ക്കാനും അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൻ മൺസൂൺ സമയമായപ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിലോട്ട് പോയി, വില്ലേജിലോട്ട്. ഹി വാസ് തിന്നർ. അവൻ മെലിഞ്ഞായിരുന്നു, ബട്ട് സ്ട്രോങ്ങർ. അത് ഇതിനു മുമ്പ് പറഞ്ഞിട്ട് സ്റ്റേഡി ആണെന്ന്. സ്ട്രോങ്ങർ. വെൻ ഹി കെയിം ബാക്ക് ടു ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് റെയിൻസ്. അപ്പോൾ റെയിനിൻ്റെ അടുത്ത സീസൺ, ആ റെയിനിൻ്റെ എൻഡ് ആയപ്പം, ആ സീസൺ തീരാറായപ്പം എന്തായി? അവൻ തിരിച്ച് ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലോട്ട് വന്നു. ടു ഫൈൻഡ് ദ ചെറി ട്രീ ഹാഡ് ഗ്രോൺ അനദർ ഫുഡ്. അപ്പോൾ ചെറി ട്രീ എന്തായി? കുറച്ചുകൂടെ വളർന്നു. ഇറ്റ് വാസ് നൗ അപ് ടു ഹിസ് ചെസ്റ്റ്. ഇപ്പോൾ അവൻ്റെ ചെസ്റ്റ് വരെ ഉണ്ട് ചെറി ട്രീ.
ഈവൻ വെൻ ദർ വാസ് റെയിൻ രാകേഷ് വുഡ് സംടൈംസ് വാട്ടർ ദ ട്രീ. മഴയുണ്ടെങ്കിലും രാകേഷ് എന്ത് ചെയ്യും? ചെടിക്ക് പോയി വെള്ളം ഒഴിക്കും. ഹി വാണ്ടഡ് ഇറ്റ് ടു നോ ദാറ്റ് ഹി വാസ് ദർ. അതെന്തിനാവാൻ പോയി വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ ചെടിക്ക് മനസ്സിലാകാൻ വേണ്ടി, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ നിനക്ക് വെള്ളം ഒഴിച്ചു തരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് ചെടിയെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ പോയി വെള്ളം ഒഴിക്കും. വൺ ഡേ ഹി ഫൗണ്ട് എ ബ്രൈറ്റ് ഗ്രീൻ പ്രേയിങ് മാൻറ്റീസ്. പ്രേയിങ് മാൻറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ് ആണ്. ഓക്കെ, വൺ ഡേ ഹി ഫൗണ്ട് എ ബ്രൈറ്റ് ഗ്രീൻ പ്രേയിങ് മാൻറ്റീസ് പേഴ്സ്ഡ് മീൻസ് ഇരിക്കുക. ഓക്കെ, പേഴ്സ്ഡ് ഓൺ എ ബ്രാഞ്ച് പിയറിങ് അറ്റ് ഹിം വിത്ത് എ ബൾജിങ് ഐസ്. അപ്പോൾ ഒരു ദിവസം കണ്ടു, ആരെയാണ്? ഒരു ഇൻസെക്റ്റിൻ്റെ പേരാണ് പ്രേയിങ് മാൻറ്റീസ്. അതിങ്ങനെ ഇരിക്കുവാണ് ആ ചെറി ട്രീയുടെ ബ്രാഞ്ചിൽ. പിയറിങ് അറ്റ് ഹിം വിത്ത് ബൾജിങ് ഐസ്. അപ്പോൾ വിടർന്ന കണ്ണുകളുകൊണ്ട് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രാകേഷ് ലെറ്റ് ഇറ്റ് റിമെയിൻ ദർ. അപ്പോൾ രാകേഷ് എന്നെ ഓടിച്ചൊന്നും വിട്ടില്ല, അവനവിടെ തന്നെ ഒന്നും ചെയ്തില്ല. ഇറ്റ് വാസ് എ ചെറി ട്രീസ് ഫസ്റ്റ് വിസിറ്റർ. അപ്പോൾ ചെറി ട്രീയുടെ ഫസ്റ്റ് വിസിറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേയിങ് മാൻറ്റീസ് ആയിരുന്നു. ദ നെക്സ്റ്റ് വിസിറ്റർ വാസ് എ ഹെയറി കാറ്റർപില്ലർ. അടുത്ത വിസിറ്റർ ആരാന്ന് വെച്ചാൽ കാറ്റർപില്ലർ ആയിരുന്നു. ഹൂ സ്റ്റാർട്ടഡ് മേക്കിംഗ് എ മീൽ ഓഫ് ദ ലീവ്സ്. അത് അതിനകത്തിരുന്ന് ലീവ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ രാകേഷ് എന്ത് ചെയ്ത്? രാകേഷ് റിമൂവ്ഡ് ഇറ്റ് ക്വിക്ക്ലി ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഓൺ ദ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. ഒരു കൂന കൂട്ടി, ഹീപ്പ് എന്ന് വെച്ചാൽ കൂന. ഓക്കെ, കൂന കൂട്ടി ഡ്രൈ ലീവ്സ്, ഉണക്ക ലീവ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അവിടെ കൊണ്ട് അതിനെ വെച്ചു. കം ബാക്ക് വെൻ യു ആർ എ ബട്ടർഫ്ലൈ. എന്നിട്ട് എന്താ പറഞ്ഞത്? കാറ്റർപില്ലറിനോട് പറഞ്ഞു, ഓക്കെ നീ തിരിച്ചു വാ, എപ്പം നീ തിരിച്ചു വരണം? നീ ഒരു ബട്ടർഫ്ലൈ ആയ ശേഷം തിരിച്ചു വാന്ന് പറഞ്ഞു. വിൻ്റർ കെയിം ഏർലി. അപ്പോൾ ഇപ്രാവശ്യം വിൻ്റർ നേരത്തെ വന്നു. ദ ചെറി ട്രീ ബെൻഡ് ലോ വിത്ത് വെയിറ്റ് ഓഫ് സ്നോ. സോ ചെറി ട്രീ ബെൻഡായി. എന്ത് കാരണമാണ്? സ്നോയുടെ വെയിറ്റ് കാരണം. ഫീൽഡ് മൈസ് സോട്ട് ഷെൽട്ടർ ഇൻ ദ റൂഫ് ഓഫ് ദ കോട്ടേജ്. ഈ വയലിലെ എലികളൊക്കെ, സോട്ട് മീൻസ് സീക്ക്. ഓക്കെ, സോട്ട് ഷെൽട്ടർ, അഭയം തേടി. എവിടെ? കോട്ടേജിൻ്റെ റൂഫിൽ. ദ റോഡ് ഫ്രം ദ വാലി വാസ് ബ്ലോക്ക്ഡ്. വാലിയിലോട്ട് പോകുന്ന റോഡ് ബ്ലോക്കായി, കാരണം സ്നോ ആയി. ആൻഡ് ഫോർ സെവറൽ ഡേയ്സ് ദർ വാസ് നോ ന്യൂസ് പേപ്പർ. ബ്ലോക്കായി, ഇനിയിപ്പം ന്യൂസ് പേപ്പർ വരുമോ? ഇല്ല, ന്യൂസ് പേപ്പർ ഇല്ല. ആൻഡ് ദിസ് മേഡ് ഗ്രാൻഡ് ഫാദർ ക്വൈറ്റ് ഗ്രംബി. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ദേഷ്യമായി, ഇറിറ്റേറ്റബിളായി. കാരണം എന്താ? ന്യൂസ് പേപ്പർ വായിക്കുന്ന ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ന്യൂസ് പേപ്പർ വരാതിരുന്നപ്പോൾ എന്ത് പറ്റി? ഗ്രംബി, ക്വൈറ്റ് ഗ്രംബി, ബാഡ് tempered. So his stories began to have unhappy endings. അപ്പോഴത്തേക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ മൂഡ് മാറി. അപ്പോഴത്തേക്ക് എന്താ? ഗ്രാൻഡ് ഫാദർ പറഞ്ഞ സ്റ്റോറീസിനെല്ലാം അൺഹാപ്പി എൻഡിങ്സ് ആയി, ഒരു ഹാപ്പി എൻഡിങ്സും ഇല്ല. ഇൻ ഫെബ്രുവരി ഇറ്റ് വാസ് രാകേഷ് ബർത്ത്ഡേ. അപ്പം രാകേഷിൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരിയിൽ. ഹി വാസ് 9. ഇപ്പം അവൻ എത്ര വയസ്സായി? 9 വയസ്സ്. ആൻഡ് ദ ട്രീ വാസ് 4. അപ്പോൾ ട്രീക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. ബട്ട് ഓൾമോസ്റ്റ് ആസ് ടോൾ ആസ് രാകേഷ്. അപ്പോൾ ഇവിടെ പറയുവാണ്, രാകേഷിന് 9 വയസ്സും ട്രീക്ക് 4 വയസ്സേ ഉള്ളൂ. പക്ഷേ രാകേഷിനേക്കാളും നല്ല വലുത് ടോളായിട്ടുള്ളതാണ് ട്രീ. എന്ന് വെച്ചാൽ ട്രീ വളർന്നു എന്നാണ് പറയുന്നത് ഇവിടെ. One morning when the sun came out, grandfather came into the garden. Let some warmth get into my bones, he said. അപ്പം ഒരു രാവിലെ ഗ്രാൻഡ് ഫാദർ ഗാർഡനിൽ വന്ന്, വെച്ചാൽ സണ്ണൊക്കെ ഉദിച്ച ശേഷം ഗാർഡനിൽ വന്ന് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് വാംത്ത്, ഒരു ചെറിയ ചൂടുള്ള സണ്ണിൻ്റെ ചൂടൊക്കെ ദേഹത്തൊക്കെ ഒന്ന് കൊള്ളണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ ഗ്രാൻഡ് ഫാദർ വന്നു. He stopped in front of the cherry tree, stared at it for a few moments and then called out, Ragesh, come and look, come quickly before it falls. അപ്പം എവിടെ വന്നു? നടന്നുകൊണ്ടിരുന്ന ഗ്രാൻഡ് ഫാദർ ചെറി ട്രീയുടെ മുമ്പിൽ വന്ന് നിന്നു. ആൻഡ് അതിനെ സ്റ്റേഡ്, തുറിച്ചു നോക്കി കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് ആരെ വിളിച്ചു? രാകേഷിനെ വിളിച്ചു. പെട്ടെന്ന് വാ. എന്തിനാ? ബിഫോർ ഇറ്റ് ഫോൾസ്, എന്തോ ഒരു സാധനം ഇപ്പോൾ വീഴും, അത് എന്താണെന്നുള്ളത് അടുത്ത പറയുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് വാ ഇങ്ങനെ വിളിച്ചു. രാകേഷ് ആൻഡ് ഗ്രാൻഡ് ഗേസ്ഡ് ദ ട്രീ ആസ് സോ ഇറ്റ് ഹാഡ്. രാകേഷ് ഓടി വന്നു. രാകേഷും ഗ്രാൻഡ് ഫാദറും അതിനെ ഇങ്ങനെ ലുക്ക് ചെയ്യുവാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രീ ഒരു മിറാക്കിൾ ചെയ്ത മാതിരി. ഓക്കെ, ദർ വാസ് എ പെയിൽ പിങ്ക് ബ്ലോസം അറ്റ് ദ എൻഡ് ഓഫ് എ ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ എൻഡിൽ എന്താണെന്നറിയാവോ? ഒരു പെയിൽ പിങ്ക് കളറുള്ള ഫ്ലവർ. അത് മേ ബി താഴെ വീണാലോ എന്ന് വിചാരിച്ചാണ്, ആ പൂ താഴെ വീണാലോ എന്ന് വിചാരിച്ചാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് രാകേഷ് ഇതിന് മുമ്പുള്ള സെൻറ്റൻസിൽ ഓടി വാ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ഇയേഴ്സ്, ഈ പിന്നെ വന്നുള്ള വർഷങ്ങളിൽ ദർ ആർ മോർ ബ്ലോസംസ്, പിന്നെ നിറയെ പൂക്കാൻ തുടങ്ങി. ആൻഡ് സഡൻലി ദ ട്രീ വാസ് ടോളർ ദാൻ രാകേഷ്. ഇപ്പം നല്ല ടോളറായി. ഈവൻ ദോ ഇറ്റ് വാസ് ലെസ് ദാൻ ഹാഫ് ഹിസ് ഏജ്.
ട്രീക്ക് രാകേഷിൻ്റെ ഹാഫ് വയസ്സേ ഉള്ളെങ്കിലും ട്രീ നല്ല പടപടാന്ന് വളർന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് വാസ് ടോളർ ദാൻ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിനേക്കാളും വളർന്നു. ഹു വാസ് ഓൾഡർ ദാൻ സം ഓഫ് ദ ഓക്ക് ട്രീസ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിൻ്റെ വയസ്സ് എന്നതാണ്, കുറച്ച് ഏജ് ആയിട്ടുള്ള ആളാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഹു വാസ് ഓൾഡർ ദാൻ സം ഓഫ് ദ ഓക്ക് ട്രീസ്. പക്ഷേ ട്രീ ഗ്രാൻഡ് ഫാദറിനേക്കാളും നമ്മുടെ രാകേഷിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ടും വളർന്നു. ബട്ട് രാകേഷ് ഹാഡ് ഗ്രോൺ ടു. രാകേഷും വളർന്നു. ഹി കുഡ് റൺ ആൻഡ് ജംപ് ആൻഡ് ക്ലൈംബ് ട്രീസ് ആസ് വെൽ ആസ് മോസ്റ്റ് ബോയ്സ്. ബാക്കിയുള്ള പിള്ളേരെക്കാളും അവന് നല്ലോണം ഓടാനും ചാടാനും മരം കയറാനും ഒക്കെ അറിയാമായിരുന്നു. ആൻഡ് ഹി റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ഓൾതോ ഹി സ്റ്റിൽ ലൈക്ക് ലിസണിങ് ഗുഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ടെയിൽസ്. അതുപോലെ അവന് റീഡ് ചെയ്യാൻ അവൻ നിറയെ ബുക്കുകൾ റീഡ് ചെയ്യുമായിരുന്നു. എന്നാലും അവന് ഗ്രാൻഡ് ഫാദർ പറയുന്ന ടെയിൽസ്, അതായത് സ്റ്റോറീസ്, അതിനെയാണ് ടെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോറീസ് ലിസൺ ചെയ്യാനും കേൾക്കാനും ഇഷ്ടമായിരുന്നു. ഇൻ ദ ചെറി ട്രീ ബീസ് കെയിം ടു ഫീഡ് ഓൺ ദ നെക്ടർ ഇൻ ദ ബ്ലോസം. അപ്പം നെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ. ഓക്കെ, ഇനി ചെറി ട്രീയിൽ ആരാ വന്നതെന്ന് അറിയാമോ? ബീസ് വരാൻ തുടങ്ങി. എന്തിനാ? ആ പൂവിനകത്തിരിക്കുന്ന തേൻ കുടിക്കാൻ വേണ്ടി. ആൻഡ് ടൈനി ബേർഡ്സ് പെക്ഡ് അറ്റ് ദ ബ്ലോസം ആൻഡ് ബ്രോക്ക് ദം ഓഫ്. ആ കുഞ്ഞു ബേർഡ്സ് എന്ത് ചെയ്യുന്നറിയാവോ? പെക്ക് മീൻസ് കൊത്തുക. പെക്ഡ് അറ്റ് ദ ബ്ലോസം, പൂവിനെ കൊത്തും. അതെന്താവും? കൊത്തുമ്പോൾ എന്ത് പറ്റും? അത് താഴോട്ട് വീഴും. ആൻഡ് ബ്രോക്ക് ദം ഓഫ്. അത് കൊത്തുമ്പോഴത്തേക്ക് എന്താവും? പൂ താഴെ വീഴും. But the tree kept blossoming right through the spring and there were always more blossom than birds. അപ്പോൾ സ്പ്രിംഗ് സമയം വന്നു, അത് നിറയെ പൂക്കാൻ തുടങ്ങി. ഈവൻ ബേർഡ്സിനേക്കാളും നിറയെ പൂക്കൾ, വരുന്ന ബേർഡ്സിനേക്കാളും നിറയെ പൂക്കൾ ആ ട്രീയിൽ വന്നു. ദാറ്റ് സമ്മർ there were small cherries on the trees. സമ്മർ സീസൺ വന്നു. ഇപ്പോൾ അവിടെ നിറയെ സ്മോൾ ചെറീസ് ഒക്കെ ട്രീയിൽ വരാൻ തുടങ്ങി. രാകേഷ് ടേസ്റ്റഡ് വൺ ആൻഡ് സ്പാറ്റ് ഇറ്റ് ഔട്ട്. സ്പിറ്റ് നമ്മൾ അറിയത്തില്ലേ, തുപ്പി. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പാറ്റ്. ഓക്കെ, സോ രാകേഷ് എന്ത് ചെയ്തു? ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് തുപ്പി. എന്തുകൊണ്ടാ? ഇറ്റ്സ് ടു സോർ ഹി സെഡ്. ഭയങ്കര പുളിപ്പ്, രാകേഷ് പറഞ്ഞു. ദേ വിൽ ബി ബെറ്റർ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞത്? അടുത്ത വർഷം ഇത് നല്ല ബെറ്റർ ആയിട്ട്, അതായത് ഇത്രയും പുളിപ്പൊന്നും ഇല്ലാതെ കുറച്ച് സ്വീറ്റൊക്കെ ആയിട്ട് നല്ല ഒരു ചെറി കിട്ടും എന്ന് പറഞ്ഞു. ബട്ട് ദ ബേർഡ്സ് ലൈക്ക് ദം, എസ്പെഷ്യലി ദ ബിഗർ ബേർഡ്സ് സച്ച് ആസ് ദ ബുൾബുൾസ് ആൻഡ് സ്കാർലറ്റ് മിനി ബേർഡ്സ്. രാകേഷിന് അത് പുളിപ്പായിട്ട് തോന്നിയെങ്കിലും ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി ഏത് ബേർഡ്സിനാ? ബുൾബുൾസിനും സ്കാർലറ്റ് മിനി ബേർഡ്സിനും. ആൻഡ് ദേ ഫ്ലിറ്റഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഫോളിയേജ് ഫീസ്റ്റിംഗ് ഓൺ ദ ചെറീസ്. ആൻഡ് അവരെന്താ ചെയ്യുന്നറിയോ? ഫ്ലിറ്റഡ് ഇൻ ആൻഡ് ഔട്ട്. അവർ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, ആ ചെറി ട്രീ നല്ല പടർന്ന് പന്തലിച്ച ചെറി ട്രീ. ഫ്ലിറ്റഡ്, ഈ ഫ്ലിറ്റഡ് എന്ന് വെച്ചാൽ പറക്കുക. ബേർഡ്സ് പറക്കും. ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഫോളിയേജ് മീൻസ് ലീവ്സ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ ലീവ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പറന്ന് ഫീസ്റ്റിംഗ് ഓൺ ദ ചെറീസ് മീൻസ് എന്താ? അവർക്ക് നല്ല ഫീസ്റ്റാണ്, നല്ല ഫുഡാണ് കിട്ടുന്നത്. അവർക്ക് നല്ല സന്തോഷത്തോടെ അവർ ആ ചെറീസ് എല്ലാം നല്ലോണം കഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരുന്നു. On a warm sunny afternoon, when even the bees looked sleepy, Ragesh was looking for grandfather without finding him in any of his favorite place around the houses. അപ്പം നല്ല ഒരു വാം ആയിട്ടുള്ളൊരു സണ്ണി ആഫ്റ്റർനൂൺ ആണ് പറയുന്നത്. ആഫ്റ്റർനൂണാണ്. അപ്പോഴത്തേക്ക് ഈവൻ ബീസ് വെർ ലുക്ഡ് സ്ലീപ്പി. ഈവൻ ബീസും നല്ല ആ നെക്ടറൊക്കെ കുടിച്ച് നല്ല സ്ലീപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാകേഷിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ തേടുവാണ്. എവിടെയാണ് തേടുന്നത് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമുള്ള കുറച്ച് ഫേവറേറ്റ് പ്ലേസസ് ഉണ്ട്, അവിടെയൊക്കെ നോക്കി, പക്ഷെ കണ്ടില്ല. Then he looked out of the bedroom window and then he looked out bedroom window in നോക്കിയപ്പോഴത്തേക്ക് and saw grandfather reclining means leaning, ഇല്ലെങ്കിൽ lying back. നമ്മളിങ്ങനെ ചരിഞ്ഞിരിക്കത്തില്ല, അതിനെയാണ് പറയുന്നത് റിക്ലൈനിങ്. and saw grandfather reclining on a cane chair under the cherry tree. ചെറി ട്രീയുടെ താഴെ കെയിൻ ചെയറിൽ, അത് ചൂരൽ ചെയറിൽ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കുവാണ്. There is just the right amount of shade here, said grandfather. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞാൽ? നല്ല ആവശ്യത്തിന് ഷെയ്ഡ്, തണൽ കിട്ടുന്നുണ്ട് ഇവിടെ. And I like looking at the leaves. എനിക്ക് എന്നിട്ട് ഗ്രാൻഡ് ഫാദർ പറയണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലീവ്സ് ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ. They are pretty leaves, said രാകേഷ്. അപ്പോൾ രാകേഷ് എന്താ പറയുന്നത്? നല്ല ഭംഗിയുള്ള ഇലകളാണ്. And they are always ready to dance if there is breeze. അപ്പോൾ രാകേഷ് പറയാണ്, അവർ റെഡിയാണ് ഡാൻസ് ചെയ്യാൻ. എപ്പം കാറ്റ് വീശുമ്പം അവർ ഭയങ്കര റെഡി, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ. ആഫ്റ്റർ ഗ്രാൻഡ് ഫാദർ ഹാഡ് കം ഇൻഡോർസ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വീടിൻ്റെ അകത്തോട്ട് വന്നു. രാകേഷ് വെൻറ്റ് ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ലേ ഡൗൺ ഓൺ ദ ഗ്രാസ് ബിനീത് ദ ട്രീ. അപ്പം ആ ട്രീയുടെ താഴെ ഗ്രാസിൽ, പുല്ലിൽ അവൻ കിടന്നു. ഹി ഗേസ്ഡ് അപ്പ് ത്രൂ ദ ലീവ്സ് അറ്റ് ദ ഗ്രേറ്റ് ബ്ലൂ സ്കൈ. എന്നിട്ട് അവൻ കിടന്നിട്ട് ആ ഇലകളുടെ ഇടയിൽ കൂടെ ആ ആകാശം നോക്കുവാണ്, ബ്ലൂ സ്കൈ. ആൻഡ് ടേണിങ് ഓൺ ഹിസ് സൈഡ് ഹി കുഡ് സീ ദ മൗണ്ടൻസ് സ്ട്രൈഡിങ് എവേ ഇൻ ടു ദ ക്ലൗഡ്സ്.
സ്ട്രൈഡിങ് മീൻസ് അകന്ന് പോകുമെന്ന് പറയത്തില്ലേ, സ്ലോപ്പിംഗ് എവേ സ്മൂത്ത്ലി അതിനെ. അപ്പം മൗണ്ടൻസ് പർവ്വതങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെ പറഞ്ഞ സ്ട്രൈഡിങ് എവേ ഇൻ ടു ദ ക്ലൗഡ്സ്. ഓക്കെ, ക്ലൗഡ്സ് ഇങ്ങനെ പോകുന്നത് മൂവ് സ്ലോലി അങ്ങനെയല്ലേ, അതാണ് സ്ട്രൈഡിങ്, അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഹി വാസ് സ്റ്റിൽ ലൈങ് ബിനീത് ദ ട്രീ വെൻ ദ ഈവനിങ് ഷാഡോസ് ക്രെപ്റ്റ് എക്രോസ് ദ ഗൾ. അപ്പം ഈവനിങ് ആയിട്ടും അവൻ അങ്ങനെ തന്നെ അവിടെ കിടക്കുവാണ് ട്രീയുടെ താഴെ. അതിന് ഈവനിങ് ഷാഡോസ് ക്രെപ്റ്റ് മീൻസ് മൂവ് സ്ലോലി. ഓക്കെ, ഇനി തണൽ, ആ ഒരു ഷാഡോ, ഈവനിങ്ങിലുള്ള ഒരു ഷാഡോ വരത്തില്ലേ, അതിങ്ങനെ ഗാർഡനിലോട്ട് വന്നു. ഗ്രാൻഡ് ഫാദർ കെയിം ബാക്ക്. അപ്പോൾ അകത്ത് പോയ ഗ്രാൻഡ് ഫാദർ തിരിച്ചു വന്നു. ആൻഡ് സാഡ് ഓൺ ബിസൈഡ് ദ രാകേഷ്. ബിസൈഡ് മീൻസ് ബൈ ദ സൈഡ് ഓഫ്. രാകേഷിൻ്റെ തൊട്ടടുത്ത് ആരായിരുന്നു? ഗ്രാൻഡ് ഫാദർ. ആൻഡ് ദേ വെയിറ്റഡ് ഇൻ സൈലൻസ് അൺടിൽ ഇറ്റ് വാസ് ഡാർക്ക്. എന്നിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, സൈലൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ടിൽ ഇറ്റ് വാസ് ഡാർക്ക്. അവരിങ്ങനെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവാണ്. രാത്രിയാകുന്നവർ അങ്ങനെ ഇരുന്നു. ദർ ആർ സോ മെനി ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് സെഡ് രാകേഷ്. അപ്പോൾ രാകേഷ് പറയുന്നു, ദർ ആർ സോ മെനി ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്. വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ദിസ് ട്രീ? ഫോറസ്റ്റിൽ, നമ്മുടെ കാട്ടിൽ നിറയെ മരങ്ങളുണ്ട്, ഇതിനെന്താ സ്പെഷ്യല്? വൈ ഡു വി ലൈക്ക് ഇറ്റ് സോ മച്ച്? നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടം? അപ്പം ഗ്രാൻഡ് ഫാദർ പറയുവാണ്, വി പ്ലാന്റഡ് ഇറ്റ് അവർ സെൽസ്. നമ്മൾ പ്ലാന്റ് ചെയ്ത ട്രീ ആയതുകൊണ്ട് നമുക്കിതിനോട് ഭയങ്കര, ഇപ്പം നമ്മളൊരു ട്രീ അല്ലെങ്കിൽ ഒരു ചെടി പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ പൂ വരുന്നത് നമ്മൾ കാത്തിരിക്കും, ഇല്ല ഫ്രൂട്ട് വരുന്നത് കാത്തിരിക്കും, അതിൻ്റെ ഇല വരുന്നത്, അങ്ങനെ ഓരോ അതിൻ്റെ സ്റ്റേജ് ഇങ്ങനെ കാത്തിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ്സ് സ്പെഷ്യൽ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്നത് നമ്മൾ പ്ലാന്റ് ചെയ്തതുകൊണ്ടാണ് അത് നമുക്ക് സ്പെഷ്യൽ. ജസ്റ്റ് വൺ സ്മോൾ സീഡ് സെഡ് രാകേഷ്. ആ ഒരു ചെറിയ ഒരു സ്മോൾ സീഡ് രാകേഷ് പറയുവാണ്. ആൻഡ് ഹി ടച്ച് ദ സ്മൂത്ത് ബാർക്ക് ഓഫ് ദ ട്രീ. അത് കഴിഞ്ഞ് അവനിങ്ങനെ ടച്ച് ചെയ്യുവാണ് ട്രീയുടെ ബാർക്ക് ദാറ്റ് ഹാഡ് ഗ്രോൺ. അത് നല്ല വലുതായില്ലേ, നല്ല വലുതായിട്ടുള്ള ട്രീ ടച്ച് ചെയ്യുവാണ്. ഹി റാൻ ഹിസ് ഹാൻഡ് എലോങ് ദ ട്രങ്ക് ഓഫ് ദ ട്രീ ആൻഡ് പുട്ട് ഹിസ് ഫിംഗർ ടു ദ ടിപ്പ് ഓഫ് എ ലീഫ്. അപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ ജസ്റ്റ് അതിനെ തടവത്തില്ല, ഇങ്ങനെ ചുമ്മാ ട്രീനെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ തടവുവാണ്, ട്രങ്കിലൊക്കെ തടവുവാണ്. അതുപോലെ ഫിംഗർ എവിടെ വെക്കണം? ലീഫിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ടച്ച് ചെയ്യുവാണ്. ഐ വണ്ടർ, ഹി വിസ്പേർഡ്. അവൻ പറയണം ഐ വണ്ടർ, എന്നിട്ട് അവൻ വിസ്പർ ചെയ്യുവാണ്. is this what it feels to be God? അവൻ വണ്ടർ ആയിട്ട് ഐ വണ്ടർ. എന്നിട്ട് വിസ്പർ മീൻസ് സോഫ്റ്റ്ലി ഇങ്ങനെ പറയത്തില്ല, അതിനെയാണ് ഈസ് ദിസ് വാട്ട് ഇറ്റ് ഫീൽസ് ടു ബി ഗോഡ് എന്ന് വെച്ചാൽ ഹി കൺസിഡർ ഇറ്റ് ആസ് എ മിറാക്കിൾ ആൻഡ് ഈസ് ഹാപ്പി ദാറ്റ് ഹിസ് എഫേർട്ട് were fulfilled. So the story's moral is that to grow you need to keep moving despite all the difficulties in life throws at you. Okay, I hope you are clear with this explanation. If you feel this video useful, please share with your friends too. Thank you and have a nice day.